ഭദ്രദീപം കൊളുത്തുന്നതിനായി മാളികപ്പുറം മുൻ മേൽശാന്തിയും ഏതാണ്ട് ഒരു 30 വർഷത്തിന് മുമ്പാണ് തോന്നുന്നു എടപ്പാളിൽ ആദ്യമായി ഒരു പ്രസ് ക്ലബ് രൂപീകരണ യോഗം നടന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ശ്രീ ഹംസ അണ്ണക്കമ്പാട്, ശ്രീ MT വേണു, അന്ന് ദേശാമാനിയുടെ റിപ്പോർട്ടായിരുന്ന ശ്രീ KP രാജൻ, മാതൃഭൂമിയിലായത് ഞാൻ ജോയിൻ ചെയ്ത ഞാനും അടക്കമുള്ള കുറച്ച് പേരായിരുന്നു അന്ന് ഇവിടെ പത്രക്കാരായിട്ടുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് എടപ്പാളിൽ ഒരു പ്രസ് ക്ലബ്ബ്, അല്ലെങ്കിൽ അന്ന് പ്രസ് ഫോറം ആയിരുന്നു, പ്രസ് ഫോറം രൂപീകരിച്ചു. അതായത് ഒരു 25 വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു NCV ചാനലിലൂടെ കേരള വിഷൻ എന്ന ഞങ്ങൾ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് ഇന്ന് ഇത് സഫലമായിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രയത്നം ഉണ്ടായിരുന്നു, എല്ലാവരെയും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കുകയാണ്. പലപ്പോഴും പത്രപ്രവർത്തകർ നേരിടുന്ന വിമർശനം പത്രപ്രവർത്തകർ നിഷ്പക്ഷരാവണം എന്നുള്ളതാണ്. പത്രപ്രവർത്തകർ സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. അവര് മാത്രം സംശുദ്ധരാവില്ല. എല്ലാവരും സംശുദ്ധരാകുമ്പോൾ ആ സമൂഹത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ തീർച്ചയായും പത്രപ്രവർത്തകരും സംശുദ്ധരാകും. അടിമുതൽ മുടിവരെ സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതിയുടെയും അപജയത്തിന്റെയും നിദർശനമാണ് ഏത് രംഗത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. പലതിന്റെയും പേരിലുള്ള വിഭാഗീയതകൾ ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആഗോളതലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലമായി എടപ്പാളിൽ പ്രാദേശിക പത്രപ്രവർത്തകരുണ്ട്. അവർക്ക് ഒരു ക്ലബ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന് വാടകയ്ക്കെങ്കിലും ഒരു ആസ്ഥാനം ഉണ്ടായത് എന്നുള്ളത് ഈ വിഭാഗം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ ഒരു തെളിവാണ്. നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇതൊക്കെ സംഘടിപ്പിക്കാമല്ലോ. നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം, പ്രാദേശിക ലേഖകന്മാരുടെ ജീവിതം വളരെ കഷ്ടപ്പാടാണ്. അതെ, ആ ദുരന്തം നടന്ന സമയത്ത് ഏറ്റവും ആദ്യം ഓടിയെത്തിയവർ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ്. അതിനുശേഷം നിരവധി ആനുകൂല്യങ്ങൾ, നിരവധി സഹായങ്ങൾ കൊടുത്തെങ്കിലും അന്ന് രാത്രി ഉടുത്ത വസ്ത്രത്തോടു കൂടി ഓടിച്ചെന്ന് അവിടെ സ്കൂളുകളിലും അതുപോലെ അഭയാർത്ഥി കേന്ദ്രങ്ങളൊക്കെ ചെന്നപ്പോൾ അവർക്ക് സദസ്സ് വളരെ വൈകാരികമായും ഇരിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർക്കുന്ന ഒരു ഹംസക്കായുടെ, മുരളിയേട്ടൻ്റെ, വിക്രമൻ്റെ, സിജീഷിൻ്റെ, വേണുവേട്ടൻ്റെ ഒക്കെ ഓർമ്മകൾ നമ്മളത് പറയുന്നു. അവരുടെ കുടുംബം അത് കേൾക്കുന്നു. അവരുടെ ഓർമ്മകൾ അങ്ങനെ അതേ